ഭീകര പഠിത്തത്തില്ല. ഞാനല്ല, ഞാൻ പണ്ടേ പഠിക്കത്തില്ല. മഞ്ജു നോക്കേ, കയ്യിൽ വലിയ പേപ്പറൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം ജോഷ് ജാങ്ഷനിൽ ശേഷം സ്ക്രീനിൽ ഗസ്റ്റ് ആയിട്ട് 2 പേർക്കുള്ള കസേര ഞങ്ങൾ ഇവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. അവരെ കുറിച്ച് ഭീകര പഠിത്തത്തില്ല. മഞ്ജു പഠിത്തമൊക്കെ എവിടെ വരെ? പഠിത്തമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എന്നെ ഡിസ്റ്റർബ് ചെയ്തു നിമിഷം. ശരിക്കും ഇതെന്താണെന്നറിയാവോ, ഈ സിനിമയുടെ ഞാൻ കഥ വായിച്ചു പഠിക്കാം. പക്ഷെ ഈ സിനിമയുടെ ആളുകളെ ഞങ്ങൾ ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ മാറ്റി വെക്കട്ടെ. ഞാൻ പഠിച്ചു കഴിഞ്ഞു ഏതാണ്ട്, എനിക്ക് വയ്യ. അപ്പൊ ഇനി ഞാൻ ആ സിനിമയുടെ കഥ പഠിക്കാൻ പോകും. പക്ഷെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇന്ന് കൊണ്ടുവരുന്ന ഒരു മാജിക്കിലൂടെയാണെന്ന് മഞ്ജു പറഞ്ഞു. മാജിക് സ്റ്റാർട്ട് ചെയ്താലോ? അത് പ്രയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ. അതെ, ശേഷം സ്ക്രീനിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുക 2 പേര്. ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയെന്ന് വെച്ചാൽ ബഷീർ ഉണ്ട്, സുഹറയുണ്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞവർ അറിയില്ലല്ലോ അല്ലേ. ഇന്ന് ജോഷ് ജംഗ്ഷനിൽ മഞ്ജുയുടെ നിമിഷം കൂടെ ഞങ്ങൾക്ക് ശേഷം സിനിമ. ശേഷം സിനിമയിൽ ഇന്ന് ജോഷ് ജംഗ്ഷനിൽ മഞ്ജുയുടെ നിമിഷന്റെ കൂടെ ഫർഹാൻ ഫാസിലും സനാർത്താഫുമാണ്. ശേഷം സ്ക്രീനിൽ. ആക്ച്വലി 1942 ജയിലില് ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിൽ ഇരുന്ന് അവിടുത്തെ തടവുകാർക്ക് കേൾക്കാണ് ഞാൻ പഠിച്ചിട്ടില്ല. അവിടുത്തെ തടവുകാർക്ക് വേണ്ടിയിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു പ്രേമലേഖനം എന്ന് പറഞ്ഞിട്ടൊരു കഥ എഴുതിയായിരുന്നു. പക്ഷെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത. എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ ബുക്കാണോ നിങ്ങളുടെ ഈ സിനിമയെന്ന്. അപ്പൊ ഇത് കാണുന്നവരോട് ആ ബുക്ക് അല്ല ഇതിന്റെ സിനിമ. ടോട്ടലി ഈ ബുക്ക് ഒരു ക്യാരക്ടറായിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട്. പക്ഷെ കഥയായിട്ട് നോക്കുകയാണെങ്കിൽ കഥയിലെ ബുക്ക് ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ഈ സിനിമയില് ഫർഹാന്റെ പേര് ബഷീർ എന്നാണ്. ബഷീർ എനിക്ക് പ്രേമലേഖനം തരുന്ന പോലെയാണ്, അല്ലാതെ സ്റ്റോറി ആയിട്ട് ബന്ധമില്ല. ആ പ്രേമലേഖനത്തിലെ വരികൾ എന്താണ് ഓർമ്മയുണ്ടോ? നോക്കട്ടെ. അതിനകത്തൊന്നും ഇല്ലായിരുന്നേ, പേര് മാത്രമേ. എന്നാൽ യൂണിവേഴ്സിറ്റി കാണിച്ചിട്ടുണ്ടാവില്ലേ? പ്രിയപ്പെട്ട സുഹറ, ഇതൊരു കത്തല്ല, പടം കാണുമ്പോൾ മനസ്സിലാവും ബഷീർ അല്ല എഴുതിയത്. സ്റ്റോറി പറയല്ലേ. അല്ല, അത് ഞാൻ തിരിച്ചു കൊടുക്കുന്ന കത്തിന്റെ വരിയാണ് എനിക്ക് ഓർമ്മ. ഇതൊരു കത്തല്ല, എന്റെ കൽബാണ് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു പ്രണയലേഖനമാണ്. അതിലാണ് കഥ കുറച്ചെങ്കിലും മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. സിനിമ കാണുന്നതുകൊണ്ട് നമുക്കറിയില്ല. ഈ സിനിമയിലെ പ്രേമലേഖനത്തിലേക്കൊക്കെ വരാം. അല്ലാണ്ട് ഇവര് പ്രേമലേഖനം എഴുതിയിട്ടുണ്ടാവല്ലോ. പ്രായം അതല്ലേ, കൊച്ചുള്ളവര്. ഇപ്പൊ പ്രണയലേഖനൊന്നുമില്ല. ഞാൻ അങ്ങനെ ലവ് ലെറ്റേഴ്സ് എഴുതിയിട്ടില്ല. മെയിൽസ് അയച്ചപ്പോ അതിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ഒരു വേർഡ് ഉണ്ടാവൂലേ, മറ്റേ പുള്ളിക്കാരനെ വിശേഷിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും? അത് ഡിഫറെന്റ് ആണ്. ഇപ്പം പ്രപ്പോസ് ചെയ്യാൻ എഴുതുമ്പോ പേരായിരിക്കും ഉപയോഗിക്കുക. പ്രണയത്തിൽ ആയിക്കഴിഞ്ഞ് അയക്കുമ്പം വേറെ ഒന്നായിരിക്കും. എന്തൊക്കെയോ ബേബി, ഹണി. എനിക്ക് ഞാൻ എഴുതിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചെറുതിലേക്ക് സീനിയർ ചേട്ടന്മാരൊക്കെ വന്ന് പറയും. പിന്നെ എനിക്ക് ജൂനിയേഴ്സ് ആണ് ഇങ്ങനെ ലെറ്റേഴ്സ് ഒക്കെ തരുന്നത്, ബസ് എന്നൊക്കെ ഇങ്ങനെ ഇട്ട് തരും. പക്ഷേ ചെറുതിൽ ഇഷ്ടംപോലെ വീട്ടിൽ കൊണ്ടേ കാണിക്കുമോ അതോ വീട്ടിൽ നിന്ന് ചീത്ത കേട്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല, വീട്ടിലൊന്നും അറിഞ്ഞൂടാ. പക്ഷെ എന്താ അറിഞ്ഞൂടാ, അത് പണ്ടായിരുന്നു. ഇപ്പൊ ആരും കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അല്ല, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. വിഷമമുണ്ട് തോന്നുന്നു സാധനക്ക്. എനിക്കൊരു ലവ് ലെറ്റർ തരൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് സന. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് കഥയിലേക്ക് വരുമ്പോഴത്തേക്ക് ചക്കരക്കടവ് എന്ന് പറയുന്ന വില്ലേജില് അവിടെ ചായക്കടയുണ്ട്, ബാർബർ ഷോപ്പ് ഉണ്ട്, പീഡിയ ഉണ്ട്, റേഷൻ കടയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു 1980-കളിലേക്ക് നമ്മള് പോണം. അവിടെ നമ്മുടെ റേഡിയോക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് ഈ സിനിമയിൽ. എന്താണ് ആ പ്രാധാന്യം? ആദ്യമേ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 80s നടക്കുന്ന കഥയെന്ന് പറഞ്ഞല്ലോ. അന്ന് അവർക്ക് ഈ എന്റർടൈൻമെന്റ് ആയിട്ട് വേറെ ഒന്നുമില്ല. അവർക്ക് ആകെ ഉള്ളായിരുന്നു അവരൊരു സമ്പത്ത് എന്ന് പറയുന്ന റേഡിയോ ആയിരുന്നു. പിന്നെ അത് പടത്തിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു TV ആണ്. അങ്ങനെ റേഡിയോ മാത്രം ഭയങ്കര റൂൾ ചെയ്തിരുന്ന ഒരു സ്ഥലത്തേക്ക്
ഒരു TV വരുമ്പം നാട്ടുകാരുടെ ലൈഫ് ആ TV എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ബാക്കി കഥ. ഓക്കെ. ഒരു TV ഇല്ലാത്ത സ്ഥലത്തേക്ക് ഒരു TV വരുന്ന കഥയാണ് ബേസിക്കലി വൺ ലൈൻ. ആ TV പാറ പണിഞ്ഞോ ആക്ച്വലി പറയുകയാണെങ്കിൽ റേഡിയോനെ റേഡിയോ കഴിഞ്ഞ് പോയി, റേഡിയോ ഉണ്ടായില്ല. റേഡിയോനെ നിങ്ങൾ മാറുന്നല്ലേ? നമ്മളിവരെ ഇന്റർവ്യൂ ചെയ്യാനേ പാടില്ല, പക്ഷെ കാര്യം ഇവര് റേഡിയോനെ മറന്ന ആൾക്കാർ. പക്ഷെ ഇപ്പൊ തിരിച്ചു വന്നില്ലേ അതാണ് ഈ പടം 2017 സെറ്റ് ചെയ്തെങ്കിൽ TV മറന്നേനായിരുന്നു. മാറിയത്. റേഡിയോയിലേക്ക് വന്നേ. അല്ല, ഇത് 2017 കഥ വരുന്നുണ്ടോ? ഇല്ല പ്രൈവറ്റ് എഫ്എം സ്റ്റേഷൻ ഇല്ല, sorry. അടിപൊളി. അപ്പൊ TV വരുവാണ്. അതെ. ഇപ്പൊ ടിവിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ എന്റെ ക്യാരക്ടറും ഫർഹാന്റെ സനയുടെ ക്യാരക്ടറും സനയുടെ ക്യാരക്ടറും മീറ്റ് ചെയ്യാൻ കാരണം ഈ ടിവിയാണ്. ടിവിയിലൂടെയാണ് ഞങ്ങളുടെ ഒരു ലവ് ഇത് പോകുന്നത്. ഈ 80s ടെലിവിഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനൊക്കെ പോയി തിരിച്ചിട്ടുണ്ട്. ഈ ആന്റിന ഫറാനൊക്കെ തിരിച്ചിട്ടുണ്ടോ? ഈ പടത്തിൽ ഞാൻ ഓടിന്റെ മുകളിൽ തന്നെയായിരുന്നു. ജീവിതത്തിൽ തിരിച്ചിട്ടില്ല. റിയൽ ലൈഫിൽ ചെയ്തില്ല. ആക്ച്വലി ഞാൻ ജനിച്ചത് 90-ലാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ അതിലെ പ്രശ്നമില്ല. ഞാൻ തിരിച്ചിട്ടില്ല. എനിക്ക് പെട്ടെന്ന് മഞ്ചത് കണ്ടിട്ടേ ഇല്ല. എന്തുവാണെന്ന് പക്ഷേ മഞ്ചത് എന്താണ് ആക്ച്വലി ആ ഒരു കാലഘട്ടത്തില് ഇതുവരെ റേഡിയോ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ പ്രൈവറ്റ് എഫ്എം സ്റ്റേഷൻ അല്ലാണ്ട് പഴയ റേഡിയോ കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? സിനിമയിൽ കേട്ടിട്ടുണ്ട്. സിനിമയിൽ എന്താ കേട്ടത്? ഏത്? പണ്ട് ആക്ച്വലി ഇങ്ങനെ റേഡിയോ ട്യൂൺ ചെയ്ത് കേൾക്കും. മെമ്മറിയിൽ പരിപാടിയൊന്നുമില്ല. അതെ, ഓഫ്കോഴ്സ് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഓർത്തോക്കാളും മെമ്മറി ആയിട്ടൊന്നും ഇതുവരെ മനസ്സിലില്ല. ഓഫ്കോഴ്സ് കേട്ടിട്ടുണ്ട്. ചലച്ചിത്ര ഗാനങ്ങൾ. അത് TV ആയിരുന്നു. ആകാശവാണിയിൽ പാട്ടുണ്ട്. പക്ഷെ ഞാനിനി അറിയാമെങ്കിലും ഞാനത് പറയത്തില്ല. രഞ്ജിനി എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി. അതായത് അതൊക്കെയാണ് ഓർമ്മകൾ. ഒരു പഴയ അതൊക്കെ കൂട്ടിക്കൊണ്ട് പോകും നമ്മള്. കിട്ടും. ഓക്കെ. ഷീല മധു. എങ്ങനെയുണ്ട് ഇവരുടെ ഒരു ലെജൻസ് അല്ലേ ഷീലാമി മധു സാറും? ഇത്രയും വലിയൊരു ലെജൻഡറി സ്റ്റേറ്റസിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഭയങ്കര ഡൗൺ ടു എർത്ത്. ഇപ്പൊ നമ്മൾ ഒരു സ്വന്തം മകനോട് സംസാരിക്കുന്ന പോലെ, ഒരു അനിയനോട് സംസാരിക്കുന്ന പോലെ അത്ര കെയറിങ് ആയിട്ട് എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്ത അവരുടെ ഡിസിപ്ലിനാണ്. ഇത്രയും ഇതായിട്ടും പ്രായമായിട്ടും ഒരു ഡയറക്ടർ ഒരു സമയം പറഞ്ഞാൽ അതിന് 15 മിനിറ്റ് മുമ്പ് മേക്കപ്പ് ഇട്ട് റെഡി ആയിട്ട് നിൽക്കും. ഒരു ടാൻഡ്രംസും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അവര് വരും, അവരുടെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്യും. അവരൊക്കെ വൺ ടേക്ക് ആക്ടർ, ഒരു ടേക്ക് ചെയ്തിട്ടൊക്കെ പോകും. നമ്മളായിരുന്നു അലമ്പ് എന്നാണ് അതിന്റെ നമ്മളായിരുന്നു അല്ലേ? പിന്നെ അവരുടെ ആക്ടിങ് കണ്ടിട്ട് ഞെട്ടിപ്പോയോ? അവരുടെ ഒരു സോങ്ങിലാണ് ഇവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. എനിക്കൊന്ന് പാട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നു. ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വായെന്ന് പറഞ്ഞ് നിന്ന് പോയിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. എനിക്കും ഫർഹാനും റൊമാൻസ് ഒക്കെ വരാൻ. ഇവര് ഭയങ്കര ഈസിലി നാച്ചുറൽ ആയിട്ട് അങ്ങ് അഭിനയിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ എന്നപ്പോഴത്തേക്ക് ക്യാമറ അസിസ്റ്റൻസ് കൂടി ഉണ്ട്. എനിക്ക് എവിടെ ഇരിക്കുവാണ് അവരോടെ കിടന്ന് പൊളിക്കാവുന്നു. ആക്ടിങ് സ്കൂളാണ് ഫ്രണ്ടിൽ പഠിക്കുക. അത് അവരാ പെട്ടെന്ന് മൂഡിലേക്ക് കയറുന്നത്. ടക്കെന്ന് കയറി കട്ട് പറയുമ്പോൾ അവരവരുടെ നോർമൽ സെൽഫ് പോകും. കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാടുണ്ടായിരുന്നു അവരുടെ. എനിക്ക് നാച്ചുറലി വരുന്ന സംഭവം കുഴപ്പമില്ല. എന്നിട്ട് പഠിച്ചോ? പ്രണയമൊക്കെ പഠിച്ചോ? നമുക്ക് ആക്ച്വലി കോമ്പിനേഷൻ സീൻസ് കുറവാണ്. പാട്ടാണ് കൂടുതൽ പാട്ടാണുള്ളത്. അന്നത്തെ കാലത്ത് ഒരു ആണും പെണ്ണും കണ്ട് സംസാരിക്കാന്ന് പറയുന്ന ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. അതൊക്കെ കാണിക്കുന്ന സൈക്കിളിൽ ഇങ്ങനെ വരുന്നു. ബേസിക്കലി കോളേജിൽ പോകുമ്പോൾ ആരും കാണാതെ ഞാൻ പുറകെ പോകുന്നതാണ്. ഇവരുടെ വീട്ടിലിരിക്കുമ്പം പറ്റില്ല. നമ്മള് രണ്ട് കോർണറിലായിരിക്കും. ഐ കോണ്ടാക്ട്സ് കാണത്തുള്ളൂ, സംസാരമൊന്നും കാണത്തില്ല. ശരിക്കും നല്ല സുന്ദരിയല്ലേ? അപ്പൊ ഈ സിനിമയില് പെൺപിള്ളേരെ പോയിട്ട് പറയാം. അത് മാത്രമല്ല ഫർഹാന്റെയും ആ ഒരു ഗെറ്റപ്പ് ഒക്കെ ഇതിനകത്ത് ഭയങ്കര വ്യത്യാസമാണ്. 80s സ്റ്റൈലിലേക്ക് പോകുമ്പോ തോന്നിയില്ലേ ദൈവമേ എന്നെ കാണുമ്പോ ഫസ്റ്റ് ഇതിന്റെ മേക്കപ്പ് ടെസ്റ്റിന് പോകുമ്പോ അത് കണ്ണാടിയില്ല.
അപ്പം മേക്കപ്പ് മാൻ ഒന്ന് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടാണ് ആ ശരിയായി നോക്കിക്കോളാം എന്ന്. ഞാൻ നോക്കിയത് ഇങ്ങനെ കുറച്ച് നേരം കാരണം ഞാൻ മുടി ചീകാത്ത ഒരാളെ ഇപ്പൊ കണ്ടില്ലേ, മുടിയൊന്നും ചീകത്തില്ല. അത് ചീ വെച്ചിട്ട് എനിക്ക് തന്നെ ഒരു മീശ ഒരു മീശ ഉണ്ടായിരുന്നു. ഞാൻ മീശ വെക്കാം. ഞാൻ പറയാൻ ആദ്യമായിട്ട് അങ്ങനെയാണ് കാണുന്നത്. ഞാൻ ആദ്യമേ പറയുന്നത് ഹൊറബിൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. ഈ മേക്കപ്പ് ടെസ്റ്റ് അടിക്കുമ്പോഴാണ് സന കയറിയത്. ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ആദ്യമേ എന്നെ തന്നെ കണ്ണാടി നോക്കാൻ ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ ഇവൻച്വലി സിംഗിങ് ചെയ്തു അത്. ആദ്യമൊക്കെ ഭയങ്കര ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ആദ്യമേ വരുമ്പോൾ ഭയങ്കര എനർജി ആയിട്ട് വരും. മേക്കപ്പ് കഴിഞ്ഞ് എന്നെ കോണം കാണുമ്പോഴത്തേക്ക് എനർജി മൊത്തം പോകും. പിന്നെ ഈ ലുക്ക് ആക്ച്വലി ഈ കഥയുടെ ഒരു പീരീഡ് കാണിക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മുടി ചീകിയ രീതിയാണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും കോളർ 2 പോക്കറ്റ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലുക്ക് പിടിച്ചത്. അപ്പൊ നമുക്ക് കാലഘട്ടം പെട്ടെന്ന് പറയാൻ പറ്റും ഈ ഒരു ലുക്ക് വെച്ച്. സന ഇവരുടെ രണ്ടുപേരും കൂടെ അഭിനയിച്ചിട്ടില്ലേ? ആ, ചേട്ടന്റെ അനിയന്റെയും കൂടെ അഭിനയിച്ചു, ഫഹദും ഫർഹാനും. ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്നിട്ട് എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ്, ചോദിച്ചോളൂ. പക്ഷെ ഞങ്ങളുടെ ചോദ്യം ഡിഫറെന്റ് ആണ്. Sorry. വൃത്തികെട്ടതായിട്ട് അഭിനയിക്കുന്നതാണ്. വൃത്തിയായിട്ട് അഭിനയിക്കുന്നത്. അതെ. ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയാൻ പറ്റുള്ളൂ, കാരണം അടുത്ത സിനിമയ്ക്ക് നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചാലും നേരത്തെ കാണേണ്ടി വന്നാലും